ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ എങ്ങനെ ശുദ്ധമായിട്ടുള്ള നെയ്യ് ഉണ്ടാക്കുക എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടില്ലേ, ഈ നല്ല പ്യുവർ നെയ്യാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് പാൽപ്പാടിയിൽ നിന്ന് എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഞാൻ ഡെയിലി 3/4 ലിറ്റർ പാലാണ് കേട്ടോ വാങ്ങിക്കുന്നത്. പാൽക്കാരൻ്റെ അടുത്താണ് പാൽ വാങ്ങിക്കുന്നത്. അതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. പാൽക്കാരൻ്റെ അടുത്താണെങ്കിലും സൊസൈറ്റി പോയിട്ട് മിൽമൻ്റെ സൊസൈറ്റിയിലൊക്കെ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിലും അതാണ് കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും പാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അതാണ് കുറച്ചുകൂടി നെയ്യ് ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ 3/4 ലിറ്റർ പാൽ വാങ്ങിച്ച് കാച്ചി അതിൻ്റെ ആട മാറ്റി വെച്ചതാണ് കേട്ടോ. ഫ്രീസറിലാണ് സൂക്ഷിക്കാറുള്ളത്. എന്നിട്ടിപ്പോൾ ഒരു 2 മണിക്കൂറായി പുറത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി പാൽപ്പാട അങ്ങനെ നമ്മൾ എടുത്ത് ഒരു ബൗളോ എന്തെങ്കിലും പ്ലാസ്റ്റിക് പാത്രം എടുക്കാതിരിക്കുക. കൂടുതലായിട്ടും സ്റ്റീൽ പാത്രം തന്നെ എടുക്കുക. അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഫ്രീസറിൽ അടച്ച് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. പുറത്ത് എടുത്തതും നമ്മൾ പാൽപ്പാട ഇട്ട ശേഷം അത് തന്നെ വെക്കണം കേട്ടോ. പുറത്ത് വെച്ചാൽ ചിലപ്പോൾ കേടുവരാൻ സാധ്യതയുണ്ട്. അധികം നേരം പുറത്ത് വെക്കരുത്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ കേട്ടോ. ഇത് ഏകദേശം 1 മാസത്തോളമായി. ഇത് 1/2 ലിറ്റർ പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് 3/4 ഭാഗത്തോളമായി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് അടിച്ചെടുക്കാമെന്ന് പറഞ്ഞ് എടുത്താണ്. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് കേട്ടോ. പല വിധത്തിൽ യൂട്യൂബിൽ പറയാറുണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഈ മെത്തേഡാണ് കേട്ടോ ഈസിയായി തോന്നിയത്. അപ്പോൾ ഞാൻ തൈരോ മോരൊന്നും ആഡ് ചെയ്ത് വെക്കാറില്ല. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമല്ല കേട്ടോ. ചെറിയൊരു പുളിപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മോരിൻ്റെ പുളിപ്പ് ഈ വെണ്ണയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. നമുക്ക് മടിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഇത് ഈസി ആയിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്ത് നെയ്യ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യമൊക്കെ എന്തോ വിചാരിച്ചിട്ടോ നെയ്യ് ഉണ്ടാക്കുന്ന കാര്യം. പിന്നെ 2 തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ നല്ല റേറ്റ് കൊടുത്തില്ലേ നമ്മൾ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഒരു 1 ലിറ്റർ നെയ്ക്കൊക്കെ 750-800 രൂപയോളമാണ്. ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അതിൽ എന്തൊക്കെ കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കേടുവരാതിരിക്കും പല കെമിക്കൽ ആഡ് ചെയ്യും. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന നെയ്തിനെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കുകയാണെങ്കിൽ ചെറിയ പൂപ്പലൊക്കെ വരാൻ സാധ്യത കുറേ നാൾ കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ എപ്പോഴും നെയ്യ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ, പ്രിസർവേറ്റീവ്സ് ഒന്നും കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നെയ്യാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ചെറിയതായിട്ടൊന്നും മെനക്കെട്ടാൽ മതി. മെനക്കെടൊന്നുമില്ല, വലിയ മെനക്കെടൊന്നുമില്ല. കുറേ ദിവസം എടുത്ത് വെച്ച പാൽപ്പാട നമ്മൾ ഏകദേശം 1 ദിവസം കൊണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുമല്ലോ. എടുത്ത് വെക്കേണ്ട കാര്യമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് എങ്ങനെയാണ് ആട എടുക്കുന്നത്. ആടയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എടുക്കാൻ. എങ്കിലും ഒന്നുകൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ 3/4 ലിറ്റർ പാൽ വാങ്ങി തിളപ്പിച്ച പാലാണ് കേട്ടോ. നമ്മൾ തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ പൊന്തി വരാൻ വിടരുത്. അപ്പോൾ ആടയൊക്കെ ഈ വക്കത്തൊക്കെ ആയിപ്പോവും. പിന്നെ സൈഡൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് ആട അധികം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പാല് തിളച്ച് വരുമ്പോൾ കുറേ എന്നിട്ട് നന്നായി തിളയ്ക്കുമല്ലോ. തിളച്ച ശേഷം തന്നെ പെട്ടെന്ന് നമുക്ക് സിമ്മിലേക്ക് ആക്കിയിട്ട് ഒന്നുകൂടെ പതുക്കെ തിളക്കാൻ വിടുക. അപ്പോൾ നമുക്ക് ആ ആട സൈഡൊന്നും ആകാതെ ആ പാലിൽ തന്നെ ആയി കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു മഞ്ഞ നമ്മളിങ്ങനെ പാക്കറ്റ് പാലൊക്കെ വാങ്ങണമെങ്കിൽ ഇങ്ങനെ കാണാൻ സാധിക്കില്ല. അധികം പാട വരത്തില്ല. ചെറുതായിട്ടേ വരുള്ളൂ. നമ്മൾ സൊസൈറ്റിയിൽ നിന്നോ പാൽക്കാരൻ്റെ അടുത്തും വീട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലിൽ ഇങ്ങനെ നന്നായിട്ട് പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. പിന്നെ പാക്കറ്റ് പാലൊക്കെ ഒരുപാട് നേരം നമ്മൾ തിളപ്പിച്ച് ഇങ്ങനെ സിമ്മിലിട്ട് തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും ആട കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഇനി ഇത് ഇപ്പം ഞാനിത് തിളപ്പിച്ച് വെച്ച പാലാണ്. ഇത് തണുത്ത് വരുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കാം. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ആട എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടയായി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എടുക്കാറുള്ളത്. അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ എടുത്തിട്ട് നമ്മളിപ്പോൾ ചായക്കൊക്കെ എടുക്കത്തില്ല രാവിലെ. ഇന്ന് കാച്ചി വെച്ച പാല് നാളേക്കല്ലേ നമ്മൾ ചായക്ക് എടുക്കാറുള്ളൂ. അപ്പോൾ ആ സമയത്ത് ആ പാൽപ്പാട നമ്മൾ ഈ പാത്രം എടുക്കുക. ഫ്രീസറിൽ നിന്ന് പാത്രം എടുത്തിട്ട് നമ്മൾ ഓരോ ദിവസവും അങ്ങനെ എടുത്ത് സൂക്ഷിക്കുക കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെ സൂക്ഷിച്ചെടുത്ത ആടയാണ് കേട്ടോ. അത് 1 മാസമായി. അപ്പോൾ നമുക്കിത് നിറയുമ്പോൾ എപ്പോഴും ചില സമയങ്ങളിൽ നമ്മൾ കൂടുതൽ പാലൊക്കെ വാങ്ങുകയാണെന്ന് പെട്ടെന്ന് നിറയുകയാണെന്ന് നമുക്ക് സൗകര്യത്തിനനുസരിച്ച് 1 മാസം 1.5 മാസം ആയാലും കേടൊന്നും വരത്തില്ല. ഫ്രീസറിലല്ലേ വെക്കുന്നത്, അതുകൊണ്ട് കേട് വരില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലൂസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനിയും കട്ടയുണ്ട്. അപ്പോൾ എന്നാലും ഇങ്ങനെ നമ്മൾ കുത്തി ഇളക്കുമ്പോൾ കുറച്ചായിട്ട് പോകും. അതിൻ്റെ ഐസ് കട്ടയായിട്ട് നിൽക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കുറച്ചും കൂടെ നേരം ആകുമ്പോൾ കുറച്ചുകൂടി ലൂസായി വരും. കുറച്ചൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കുമ്പോൾ വന്നോളൂ കേട്ടോ. മിക്സിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നമ്മൾ അടിക്കാറില്ലേ, അങ്ങനെ വലിയ ജാറാണ്. ഏറ്റവും വലുത് 3ാമത്തെ ജാറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ആവശ്യമില്ല. നമുക്ക് ഇത് മുഴുവനായിട്ട് അടിച്ചെടുക്കാം. പക്ഷേ നമുക്ക് പെട്ടെന്ന് അടിച്ച് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഒരു അരഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ട് കൂടുതലും വെള്ളം ആഡ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വെണ്ണ വന്ന് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പൊന്തി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് അടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ അടിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിലേക്ക് നിന്ന് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൽപ്പാട കണ്ടില്ലേ, ഇതിൻ്റെ പകുതി വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മിക്സിൻ്റെ ജാറിൽ 1/4 ഭാഗം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വേണ്ടത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. തണുത്ത വെള്ളമായിരിക്കണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ബോട്ടിൽ വെള്ളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച വെള്ളമാണ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പകുതി ജാറിൻ്റെ പകുതി വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക.
പിന്നെ നമുക്ക് കുറച്ച് തണുപ്പൊക്കെ കുറവാണെങ്കിൽ വെള്ളത്തിന് ഒന്ന് ഐസ് കട്ട ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടില്ലേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇതാണ് പകുതി ഭാഗം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് അടിക്കുമ്പോൾ പൊന്തി മേലോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് തെറിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കണം. അത് ചിലവർക്കൊക്കെ മടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണം, അയ്യോ ചെയ്യാനൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു പണിയില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് പിന്നെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തോന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ തന്നെ സ്വന്തമായിട്ട് നെയ്യ് ഉണ്ടാക്കുമ്പോൾ നല്ല മണവും നല്ല സ്വാദൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക കാശൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കളയുന്ന പാൽപ്പാടിയല്ലേ. അപ്പോൾ നമുക്ക് നമ്മളായിട്ട് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ അതൊക്കെ എല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു 3-4 ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടെ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം അടിച്ചെടുക്കുമ്പോൾ എന്താ പറയുക വെണ്ണ ആയി കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഞാൻ ഒരു 5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ അടിച്ചിട്ട് എന്നിട്ട് ഇനി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് 2 തവണ സിമ്മിലിട്ട് അടിച്ച് പതുക്കെ ഒരു 3-4 മിനിറ്റിനുള്ളിൽ നമുക്ക് അടിച്ച് കിട്ടും കേട്ടോ. അത്രയും കൂടെ വേണ്ട ആവശ്യമില്ല. നമുക്കത് അറിയാൻ സാധിക്കും. നമുക്ക് അടിക്കുമ്പോൾ നന്നായിട്ട് അടച്ച് പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ അല്ലേ അപ്പോൾ തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. എല്ലാവിടേക്കും തെറിച്ച് പോയി കിട്ടും. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ വെണ്ണയായി വരുമ്പോൾ നമ്മുടെ ജാറിൻ്റെ സൗണ്ടിലൊരു മാറ്റം വരും കേട്ടോ. മിക്സിൻ്റെ ബും ബും എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് വരാറുണ്ട്. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അടിച്ചവർക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ 2-3 അടി അടിച്ചിട്ട് കൊണ്ടുവന്നാണ്, ആയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ഈ പരുവത്തിൽ എത്തിയിട്ടുള്ളൂ. കണ്ട ചെറിയ വെണ്ണയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് 2-3 തവണ കൂടെ അടിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ വെണ്ണയായി കിട്ടാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. ഏത് പരുവമാണെന്ന് അറിയാം, ചിലവർക്കൊന്നും അറിയത്തില്ല. ചിലവരിങ്ങനെ മടിയൊക്കെ കാരണം നേരെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ പല വീഡിയോസും കാണാറുണ്ട് അല്ലേ. ചിലവർക്ക് എത്ര കണ്ടാലും അയ്യോ അതെങ്ങനെയാണ് ചേച്ചി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇനിയും കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ സ്പേസ് ഉണ്ടല്ലോ, നമുക്ക് ജാറ് കുറച്ച് വലുതായത് കാരണം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിക്കുന്നു, വെള്ളം പറയാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. അടിക്കുന്ന പരുവത്തിൽ നമുക്ക് അറിയത്തില്ലേ, എന്താ പറയുക ജാറിൻ്റെ കഴിഞ്ഞ് വരാൻ സാധ്യതയില്ലാത്ത രീതിയിലും വേണം നമുക്ക് ഇത് വെണ്ണ പൊന്തി വരുവും വേണം. അപ്പോൾ പൊന്തി വന്ന് എന്താണ് ജാറിൻ്റെ അകത്ത് തന്നെ കിടക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. വീണ്ടും ഞാൻ 2-3 തവണ അടിച്ചെടുത്താണ് കേട്ടോ. എന്നിട്ടും ആയിട്ടില്ല. ഇനിയും കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് വേണ്ട കട്ടിയായി തൈര് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് വെണ്ണ. ഇനി നമുക്ക് ഇതിൽ നിന്ന് വെണ്ണ വേറെ അടിയിൽ പാല് വേറെ ആയി വരും, വെള്ളവും പാലൊക്കെ ആയിട്ട് അങ്ങനെ വരും. അപ്പോൾ ആ പരുവത്തിലായി കിട്ടണം. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിക്കാൻ എന്തെന്ന് വെച്ചാൽ അറിയാൻ വേണ്ടി കാണിക്കാൻ കേട്ടോ. എത്ര നേരം നമുക്കിങ്ങനെ അടിക്കണം, ചിലവർ ഒരു അടി അടിച്ചതും വരും എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വരത്തില്ല. നമ്മൾ എന്താ പറയുക വെള്ളവും ആ പരുവത്തിൽ എത്ര എങ്ങനെ അടിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും കേട്ടോ വരിക. കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ സ്പേസ് ഉണ്ടല്ലോ, നമുക്ക് ജാറ് കുറച്ച് വലുതായത് കാരണം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിക്കുന്നു, വെള്ളം പറയാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. അടിക്കുന്ന പരുവത്തിൽ നമുക്ക് അറിയത്തില്ലേ, എന്താ പറയുക ജാറിൻ്റെ കഴിഞ്ഞ് വരാൻ സാധ്യതയില്ലാത്ത രീതിയിലും വേണം നമുക്ക് ഇത് വെണ്ണ പൊന്തി വരുവും വേണം. അപ്പോൾ പൊന്തി വന്ന് എന്താണ് ജാറിൻ്റെ അകത്ത് തന്നെ കിടക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. വീണ്ടും ഞാൻ 2-3 തവണ അടിച്ചെടുത്താണ് കേട്ടോ. എന്നിട്ടും ആയിട്ടില്ല. ഇനിയും കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് വേണ്ട കട്ടിയായി തൈര് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് വെണ്ണ. ഇനി നമുക്ക് ഇതിൽ നിന്ന് വെണ്ണ വേറെ അടിയിൽ പാല് വേറെ ആയി വരും, വെള്ളവും പാലൊക്കെ ആയിട്ട് അങ്ങനെ വരും. അപ്പോൾ ആ പരുവത്തിലായി കിട്ടണം. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിക്കാൻ എന്തെന്ന് വെച്ചാൽ അറിയാൻ വേണ്ടി കാണിക്കാൻ കേട്ടോ. എത്ര നേരം നമുക്കിങ്ങനെ അടിക്കണം, ചിലവർ ഒരു അടി അടിച്ചതും വരും എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വരത്തില്ല. നമ്മൾ എന്താ പറയുക വെള്ളവും ആ പരുവത്തിൽ എത്ര എങ്ങനെ അടിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും കേട്ടോ വരിക. അപ്പോൾ പെട്ടെന്ന് അടിച്ചു അയ്യോ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇനിയും പുറത്ത് പോകാൻ സാധ്യതയൊന്നുമില്ല. ഇനിയും കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് ജാറിൽ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താണ്. എന്നിട്ട് നമുക്ക് ഇനി വീണ്ടും ഒരു 2-3 തവണ അടിച്ചെടുക്കാം. ഇതിൻ്റെ സൗണ്ടൊന്ന് മാറും ജാറിൻ്റെ, നമ്മളിങ്ങനെ മിക്സിൻ്റെ ഇതിലടിക്കുമ്പോൾ സൗണ്ട് മാറി കിട്ടും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താ പറയുക വെണ്ണ മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണിച്ചത് ഇപ്പം ഞാൻ അവസാനമായിട്ട് 2-3 തവണ കൂടെ അടിച്ചെടുത്താണ് കേട്ടോ വെള്ളം ഒഴിച്ച ശേഷം. അപ്പോൾ അടിച്ച് നമ്മൾ മിക്സി ഓഫാക്കി ഉടനെ ജാറിൻ്റെ മൂടി തുറക്കാൻ പാടില്ല കേട്ടോ. നമുക്കത് വെള്ളം മേലോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പതുക്കെ സാവധാനമേ തുറക്കാൻ പാടുള്ളൂ. ഓഫാക്കിയത് അപ്പം തന്നെ നമുക്ക് തുറക്കാൻ പാടില്ല, ആകാംക്ഷയോടുകൂടി ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പതുക്കെ തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തുറക്കുകയാണ്. കുറച്ച് സമയം ഒരു 2-3 സെക്കൻഡ് കേട്ടോ ഓഫാക്കിയിട്ട് വെച്ച ശേഷം. കണ്ടില്ലേ നല്ല പ്യുവർ എന്താ പറയുക വെണ്ണ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഞാൻ ഒരു വ്യത്യാസം വരുത്താതെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ അടിച്ചിട്ട് ഞാൻ 2-3 വീഡിയോ ചെയ്തിരുന്നു പെട്ടെന്ന്. അപ്പോൾ കുറച്ച് പേർക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഒന്നുകൂടെ പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാകാൻ പറ്റും കേട്ടോ. എന്താണ് പല വീഡിയോസും യൂട്യൂബിലുണ്ട്, അതൊക്കെ ഓരോ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അവർ തൈരും ഓരോക്കെ ഒഴിച്ച് വെച്ചിട്ട് ചെയ്യാറുണ്ട്, പൊളിപ്പിച്ചിട്ട്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നല്ല എന്താ പറയുക ടേസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ ഒരു തവണ ഇവിടെ പാല് കൊണ്ടുവരുന്ന ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. ആ ചേച്ചി ലിറ്റർ കണക്കിന് പാൽ ഒഴിക്കുന്ന ചേച്ചിയാണ്. അവരോട് ഞാൻ ഒരിക്കൽ എന്താ പറയുക നെയ്യ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് തന്നെ ഞാൻ വാങ്ങിച്ചുള്ളൂ, 1/4 ലിറ്റർ വാങ്ങിച്ചു. അത് എന്താ പറയുക എനിക്ക്
എനിക്ക് ഇഷ്ടമായില്ല. ഇതാണോ നെയ്യ് എന്നൊക്കെ വിചാരിച്ചു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതും ഇത് നല്ല ഡിഫറെൻറ്റ് പുളിപ്പ് കിട്ടോ. അപ്പോൾ ഞാൻ ആ ചേച്ചി പിറ്റേ ദിവസം വന്നപ്പോൾ ചോദിച്ചു, എന്താ ചേച്ചി എന്താണ് നെയ്ക്ക് ഒരു ചെറിയ പുളിപ്പുണ്ടല്ലോ, നമ്മളങ്ങനെ പെട്ടെന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ തൈര് ഒഴിച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പുളിപ്പ്. അപ്പോൾ കുറേ ദിവസം കേട് വരാതെ നിൽക്കുന്നത്. പക്ഷേ നെയ്ക്ക് എവിടെയെങ്കിലും പുളിപ്പ് ഉണ്ടാകാറുണ്ടോ? അങ്ങനെ പുളിപ്പൊന്നും ഉണ്ടാകാറില്ല. തൈര് ഒഴിച്ച് വെച്ചാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കാച്ചിയാൽ മാത്രമേ പുളിപ്പില്ലാതിരിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഈ മോരിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ചെറുതായിട്ട് പുളിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നന്നായി കഴുകി അത്രയും കഴുകി കളഞ്ഞാൽ മാത്രമേ പുളിപ്പൊക്കെ പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇതെനിക്കൊരു ആൻറ്റി പറഞ്ഞു തന്നാണ്, അച്ഛൻ്റെ പെങ്ങൾ. അപ്പോൾ ഞാൻ അപ്പം മുതൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. ചിലതൊക്കെ എന്താ പറയുക, ഞാനും ആദ്യം എങ്ങനെ ചെയ്യും, എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഒരു 10 തവണയൊക്കെ ആയിട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നെയ്യ് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ എന്താണ് അത് മുഴുവനാകാത്ത മുന്നേ തന്നെ ഞാൻ അടിച്ചെടുക്കാൻ നോക്കിയത് കേട്ടോ. അപ്പോൾ ഈ വെണ്ണം നല്ല അടിപൊളിയായിട്ട് എനിക്ക് തന്നെ അത്ഭുതമാണ്. ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെയല്ലേ ഇതുവരെ വാങ്ങിച്ചത്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷം വരും കേട്ടോ, തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന എന്താ പറയുക പാൽപ്പാടിയാണല്ലോ, വെറുതെ കളയുമ്പോൾ നമുക്ക് എന്താ പറയുക അതിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പാലിൻ്റെ കാശൊക്കെ കുറച്ചുകൂടെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ. സമയം ഇല്ലാന്നൊന്നും വിചാരിക്കണം, എല്ലാം സമയം ഉണ്ടാകും. പിന്നെ ഇതൊക്കെ കഴുകേണ്ട ബുദ്ധിമുട്ടെന്നൊക്കെ വിചാരിച്ച് ചിലവർ ഉണ്ടാക്കാതിരിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു കുഴപ്പമില്ല കേട്ടോ. ഇതിൽ നമുക്ക് ഇപ്പോൾ ഈ ജാറൊക്കെ കഴുകിയെടുക്കാൻ ചുടുവെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് ഒന്ന് ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഒരു എന്താ പറയുക നെയ്യിൻ്റെ പാടൊന്നും നമ്മുടെ കയ്യിലോ മിക്സിൻ്റെ ജാറിലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ചുടുവെള്ളം ഒഴിച്ച് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ നമുക്ക് ഇതാണല്ലേ, ഇത് കൈ കൊണ്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇത് കയ്യിലൊക്കെ എടുത്ത് നമുക്ക് വെണ്ണൻ്റെ ഓയിൽ പോലെ ആയി നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ ഇതിനെടുത്താൽ നമുക്ക് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു തവണയും കൂടി നമുക്ക് അടിക്കാനുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയി കാണിക്കുന്നത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ചെയ്യട്ടെ, അയ്യോ വെറുതെ ഞാൻ പാടയൊക്കെ കളയുന്നുണ്ടല്ലോ പൽപ്പാടാന്ന് വിചാരിച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ, ഓരോ സ്റ്റെപ്പും. അപ്പം കണ്ടില്ലേ നല്ല ഇതായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പാക്കറ്റ് പാൽ വാങ്ങിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ ചായ കുടിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. മിൽമൻ്റെ പശുവിൻ പാലാണെങ്കിൽ പോലും എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. പാല് ചിലപ്പോൾ നമ്മൾ വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്താ പറയുക പാക്കറ്റ് പാല് വാങ്ങാറുണ്ട്. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. ചില സമയത്ത് ഞാൻ പാൽ ചായ കുടിക്കാറില്ല, ഏട്ടനും കുടിക്കാറില്ല, ഒഴിച്ചോളാം കേട്ടോ. പിടിക്കില്ല നമുക്കതിൻ്റെ സ്മെല്ലേ കേൾക്കുമ്പോൾ. നമുക്ക് ഇങ്ങനെ പാല് എന്താ പറയുക നല്ല പാല് വാങ്ങിച്ച് കുടിച്ചിട്ട് പാക്കറ്റ് പാല് മിൽമൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊരു പൊടിയൊക്കെ ഇട്ടൊരു സ്മെല്ല് വരാറുള്ള പോലെ തോന്നാറുണ്ട്. എനിക്ക് തോന്നിയതാണെന്ന് അറിയില്ല കേട്ടോ, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഈ വെള്ളം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് മാറ്റി വയ്ക്കാം. ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടെ ബാലൻസ് ഉണ്ടായിരുന്നില്ല. ഇതിൽ ഞാൻ പകുതി ഇട്ടിട്ടാണ് ഇത്ര കിട്ടിയത് കേട്ടോ. നമുക്കിതൊരു 1/4 ലിറ്ററിൻ്റെ നെയ്യ് കിട്ടാൻ സാധ്യത ഇത് ഉരുക്കി എടുക്കുമ്പോൾ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇത് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഈ വെള്ളത്തിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഇടുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അത് ഞാൻ 2-3 തവണ ട്രൈ ചെയ്തതാണ്. ആദ്യം ഞാനൊക്കെ ഒഴിച്ച് കളയായിരുന്നു കേട്ടോ ഈ വെള്ളം. പിന്നെ ഞാൻ നോക്കി ഈ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് അടിച്ചെടുത്താൽ എന്താണെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഈ നമ്മൾ ആദ്യം അടിച്ചത് 5 മിനിറ്റ് ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പകുതി സമയം കൂടെ നമുക്ക് അടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഇട്ടിട്ട് അടിച്ച് കാണിച്ചു തരാം നമുക്ക്. കണ്ടില്ലേ, ഞാൻ ഒരു എഡിറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ ഇടുകയാണ് കേട്ടോ, അല്ലാതെ മാറ്റിയിട്ടൊന്നും നിങ്ങളെ മുന്നിൽ തന്നെ കാണുന്നുണ്ടല്ലോ, നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഞാനത് അല്ല ഇതിൽ തന്നെ അടിച്ചെടുത്ത വെള്ളത്തിൽ ഇതിൽ തന്നെ പാലിൻ്റെ പാടവെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത്രയും നിറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അല്ല ഇത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 തവണ എടുക്കേണ്ട ആവശ്യമുള്ളത് അടിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് ഇതും കൂടെ എന്താ പറയുക വെണ്ണയായി കിട്ടും. ഞാൻ അടിച്ചിട്ട് കാണിച്ചു കേട്ടോ. ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. ആദ്യം 2-3 തവണ അടിച്ച് ഞാൻ നിർത്തി നോക്കുക. പിന്നെ നമുക്ക് മേലെ പൊന്തി വരാനുള്ള കുറച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പൊന്തി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടാറില്ലല്ലോ. അപ്പോൾ ഒരുപാട് ജാർ നിറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പകുതി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 2 തവണ അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ചിലപ്പോൾ പൊന്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അടിച്ചിട്ട് കാണിച്ചത്. ഞാൻ 2-3 പ്രാവശ്യം അടിച്ചെടുത്താണ്, ആയിട്ടുണ്ടാവില്ല. എന്താ പറയുക അടിച്ച് നമ്മൾ മിക്സി ഓഫാക്കിയത് അപ്പോൾ തന്നെ തുറക്കണ്ട കേട്ടോ. അത് കറങ്ങി ചിലപ്പോൾ പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ ഒരുപാടായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ തുറക്കും. ഞാൻ ആദ്യമൊക്കെ 2-3 തവണ അങ്ങനെ തുറന്നിട്ട് പെട്ടെന്ന് ചാടി പോയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ലാസ്റ്റ് വെണ്ണയായി വരുമ്പോൾ ഒരു വൈബ്രേഷൻ വരും ജാർ. അപ്പോൾ നന്നായിട്ട് ഇറക്കി പിടിക്കണം കേട്ടോ. നമുക്ക് പേടിച്ചോ എന്താ വൈബ്രേഷൻ അങ്ങനെ പറഞ്ഞ് പേടിക്കരുത്, അത് ഒരു വൈബ്രേഷൻ വരാറുണ്ട്. പിന്നെ നമ്മൾ 2ാമത്തെ തവണ പാൽപ്പാടേൻ്റെ വെള്ളത്തിൽ തന്നെ ഇടുമല്ലോ, അപ്പോൾ തന്നെ ആദ്യം തന്നെ അടിക്കുമ്പോൾ തന്നെ വൈബ്രേഷൻ വരാറുണ്ട് കേട്ടോ. ഒരുപാട് അത് പെട്ടെന്ന് ആകാനുള്ള സാധ്യത ആയതുകൊണ്ടാണ് വെണ്ണ. അപ്പോൾ ജാറൊന്ന് വൈബ്രേഷൻ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇറക്കി പിടിക്കണം കേട്ടോ, പേടിക്കാതെ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു പേടിയാവും, അയ്യോ എന്താണ് എനിക്ക് വയ്യ പേടി, ഞാൻ എന്താ പറയുക ഞാൻ ഇട്ടിട്ട് പോട്ടെ എന്നൊക്കെ വിചാരിക്കാം. അങ്ങനെയൊന്നും ചെയ്യണ്ട, അത് ആയിക്കോളും കേട്ടോ. ആകുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു അടി അടിച്ചത് തന്നെയൊന്നും വരില്ല കേട്ടോ. നമുക്ക് കുറച്ച് ഇങ്ങനെ അടിക്കണം, അപ്പോഴേ വരുള്ളൂ. 2-3 തവണയൊക്കെ അടിക്കണം. അപ്പോൾ നമുക്ക് 2-3 തവണ അടിച്ചാൽ പെട്ടെന്ന് വരും കേട്ടോ. നോക്കാം. അപ്പോൾ ഞാൻ 2ാമത്തെ തവണയും കൂടെ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ എത്രത്തോളം കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 1/4 നെയ്യൊക്കെ ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യത. 1/4 ലിറ്റർ കേട്ടോ, 1/4 ഉദ്ദേശിച്ചത്
അപ്പോൾ കണ്ടില്ലേ. ഇപ്പോൾ ഇനിയും നമുക്കിത് അടിച്ചെടുക്കുകയാണെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ കുറച്ച് കിട്ടും. അത് ഇത്ര മഞ്ഞ കളറായിട്ട് വരത്തില്ല കേട്ടോ, ഒരു വെള്ളപ്പാട പോലെ വരും. അത് ചിലപ്പോൾ കഴുകുമ്പോൾ നമുക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ടവർ എടുത്താൽ മതി. ഒന്നുകൂടെ അടിച്ചെടുക്കണമെങ്കിൽ എന്താ പറയുക, പത പോലെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് അങ്ങനെ പതഞ്ഞ് വരാം മേലൊക്കെ. പിന്നെ അടിയിലൊക്കെ ഉണ്ടെങ്കിൽ മിക്സിൻ്റെ ഏറ്റവും അടിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടില്ല, ചിലപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അടിയിൽ വരും. നമ്മളിങ്ങനെ വേറെ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ, മേലെ തന്നെയാണ് കൂടുതലായിട്ടും വരാറുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ കൊടുക്കാം. ഉണ്ടല്ലേ. വേണ്ടവർക്ക് ഇതും മോരൊഴിച്ച് ഉപയോഗിക്കാം, ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മോര് കറിയോ പിന്നെ എന്താ പറയുക കാച്ചിട്ട് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറില്ല. അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ, ഞാൻ സാധനം ഒഴിച്ച് കളയാറുള്ളത്. അപ്പം നല്ല സാധനമാണ്, പക്ഷേ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴുകിയെടുക്കാം കേട്ടോ. ഇല്ലേ, നല്ല പ്യുവർ ആദ്യത്തെയാണ് 2-3 സ്പൂണൊക്കെ കഴുകുന്നത്. നമുക്ക് കൈയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കുക, പാത്രത്തിലൊക്കെ ഒട്ടി ഇങ്ങനെ പിടിക്കാം. അപ്പോൾ എല്ലാ പാത്രം കൂടി പെട്ടെന്ന് കഴുകാൻ പറ്റും ചൂടുള്ള കഴിച്ചാൽ. എങ്കിലും ഞാൻ സ്പൂൺ കൊണ്ട് മാത്രമേ അങ്ങനെ ആക്കി കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. ഒരു 2-3 തവണ ഈ പാലിൻ്റെ ഇത് കണ്ടില്ലേ, ഈ വെള്ളം പോലത്തെ ഇത് ഒഴുകി വരുന്നുണ്ട്. ഇങ്ങനെ അമർത്തമർത്തെ നമുക്ക് ഈ ബോൾ പോലെ ആക്കി നന്നായിട്ട് പ്രസ് ചെയ്യുന്നതോറും ഈ വെള്ളം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ വെള്ളം എത്രത്തോളം പോകുന്നു അത്രത്തോളം നല്ലതാണ് കേട്ടോ. കാരണം നീ കേട് വരത്തില്ല, അപ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. ഇത് പഴയ സ്മെല്ല് നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കളയാം. ഇങ്ങനെ ഒഴിച്ച് കളഞ്ഞിട്ട് ഇതിലേക്ക് വെള്ളം ഇതല്ല ഒഴിച്ച് അങ്ങനെ കഴുകുമ്പോൾ പോകും. ഇനിയും ഉണ്ടാവും ഉണ്ടാക്കുന്നില്ല, വന്നുകൊണ്ടേയിരിക്കും. അത് പോയി കിട്ടുന്നത് വരെ നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ. പച്ച വെള്ളത്തിൽ നമുക്ക് തണുത്ത വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാൻ കാണിച്ചു കേട്ടോ, കുറച്ച് തണുത്ത വെള്ളമുണ്ട് ഇതിൽ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒഴുക്കി കൊടുക്കാം. ചൂടുവെള്ളമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉരുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല ചൂടൊന്നും ഉണ്ടാകാതിരിക്കുമ്പോൾ നമുക്കിങ്ങനെ അടിച്ചെടുക്കാതിരിക്കാം. രാവിലെയോ വൈകിട്ടൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇനി ഞാൻ ഇത് കൈ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ബോൾ പോലെ ആക്കി കാണിച്ചു തരാം. എവിടെയും പോകത്തില്ല കേട്ടോ, വെള്ളത്തിലൊന്നും ഒഴുകിപ്പോല. കണ്ടില്ലേ, ഒരു 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 ദോളം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയെ നമുക്ക് എന്താ പറയുക നെയ്യ് കിട്ടത്തുള്ളൂ. കാരണം അത് ഉരുകി അതിൻ്റെ ചണ്ടിയൊക്കെ അവസാനം മാറി. ചണ്ടി അധികമൊന്നും ഉണ്ടാകത്തില്ല, എങ്കിലും കുറച്ചൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പം അതുകൊണ്ടില്ലേ ഇങ്ങനെ വെള്ളം നമുക്ക് നന്നായിട്ട് ഉരുട്ടുക. നന്നായി ഉരുട്ടി ബോൾ പരുവത്തിലാക്കി അതിൻ്റെ വെള്ളം എന്താ പറയുക നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ പാൽ വെള്ളമൊക്കെ വെളി വരാൻ സാധ്യത കേട്ടോ ആളിൻ്റെ. കണ്ടില്ലേ. അപ്പോൾ ഇനിയും കുറേ വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വെള്ളത്തിൽ കഴുകുന്നതേ കാണിക്കുന്നുള്ളൂ. കഴുകിയിട്ട് കാണിച്ചു കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയാണ് കഴുകുക. എത്ര വെള്ളം ഒഴിച്ചെടുത്താൽ അതൊന്നും ആവില്ല. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് എത്രത്തോളം കഴുകണം അത്രത്തോളം നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്കിത് ഉരുക്കിയെടുക്കാം. ആദ്യം അടിച്ചത് നല്ല മഞ്ഞായിരുന്നു, എല്ലാം അടിച്ചത് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. കണ്ടില്ലേ. നമുക്കിപ്പോൾ കാച്ചെടുക്കുമ്പോൾ ശരിയായി കിട്ടും കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് നന്നായി കഴുകിയെടുക്കണം കേട്ടോ. കാണിച്ചു തരാം. ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ. അപ്പോൾ ഇനി അധികം എന്താ പറയുക പാലിൻ്റെ അംശം ഉണ്ടാകത്തില്ല കേട്ടോ. കണ്ടില്ലേ, പാലിൻ്റെ വെള്ള കളർ അധികം വരത്തില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു അറിയത്തില്ല, വെള്ളത്തിൻ്റെ കളർ മാത്രമായിട്ട് വരുമ്പോൾ മതിയാക്കാം കേട്ടോ. അങ്ങനെ കഴുകി മതിയാക്കാം. ഇനി നമുക്കിത് നല്ല ചെറിയ വെയിലുള്ള എങ്കിലും ഉരുകാൻ തുടങ്ങുന്ന കണ്ടില്ലേ. അതാണ്. അപ്പോൾ നമ്മൾ വെയിലൊക്കെ അധികം ഉണ്ടാകുമ്പോൾ അടിച്ചെടുക്കാതിരിക്കുക. പെട്ടെന്ന് ഉരുകി പോകും കേട്ടോ. പെട്ടെന്ന് തന്നെ കാച്ചി എന്താ ഉരുക്കിയെടുക്കണം. ഇത് മാത്രമേ വെള്ളത്തിൽ ഇങ്ങനെ പോകാതിരിക്കുള്ളൂ. അപ്പോൾ നമുക്കത് വേഗം ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളി എന്താ മണ്ണിൻ്റെ ഉരുളിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മൺചട്ടിൻ്റെ. ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നത് കുറച്ച് അടി കട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് എന്താ പറയുക ഇതിട്ട് കൊടുക്കാം. കാണിച്ചു തരാം. ഇട്ട് കൊടുത്തിട്ട് ഇതൊരു പെട്ടെന്ന് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ നമുക്ക് ചീന്ന് പറയാൻ സാധ്യത. വരുന്നതിൻ്റെതാണ് പെട്ടെന്ന് ഒരുക്കി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരുക്കി വരാൻ സിമ്മിലിട്ടാൽ മതി കേട്ടോ. ഫുള്ളായിട്ട് തീ വെക്കേണ്ട ആവശ്യമില്ല. സിമ്മിലിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരുക്കി വരികയും ഇങ്ങനെ വരും കേട്ടോ നെയ്യായിട്ട്. അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അധികം നേരം അടുത്തൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഉടച്ചു കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വേഗം ആയിക്കിട്ടും. നമ്മൾ ജസ്റ്റ് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല മഞ്ഞ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്താ പ്യുവർ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ പ്യുവർ മഞ്ഞൾപ്പൊടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾ വീട്ടിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് 2-3 ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നന്നായി ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചയൊക്കെ ഉടഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. നന്നായി അരയൊക്കെ ഇളക്കി കൊടുക്കും. ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് എന്താ പറയുക പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നെയ്യാകുമ്പോൾ ഒരു മണമൊക്കെ വരും. നല്ല മണമാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എന്താ പറയുക നമുക്ക് വീട് മുഴുവൻ മണം പരക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്താ പറയുക എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്നവരൊക്കെ നല്ല മണത്തോടെ ഉണ്ടാക്കാറില്ല. അതുപോലെ തോന്നും കേട്ടോ. ഈ നെയ്യിലിട്ട എന്താ പറയുക ലഡു അങ്ങനത്തെ മൈസൂർ പാവ് ഒക്കെ അതിൻ്റെ മണം പ്യുവർ മണം വരാറുണ്ട്. എൻ്റെ മോൻ്റെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മണം.
പാല് കുടിക്കാത്തവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല നെയ്യിൻ്റെ. പാല് കുടിക്കുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ വ്യത്യാസം ഉണ്ടാകും അല്ലേ. അപ്പോൾ അതൊക്കെ വരാനുണ്ടല്ലേ അതിന് വരുന്നുണ്ട്. നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പാത്രം എടുക്കണം കേട്ടോ. ഒരുപാട് പറയുക ചെറിയ പാത്രം എടുക്കാൻ പാടില്ല, ചിലപ്പോൾ പൊന്തി വരാൻ സാധ്യത. നമ്മൾ ചൂടാറിയാൽ പൊന്തി വരാൻ സാധ്യത കേട്ടോ ഈ ലാസ്റ്റ് ടൈം ആകുമ്പോൾ. അപ്പോൾ നമുക്ക് സാധനം ഇതിൽ വെണ്ണയ്ക്ക് അനുസരിച്ച് പാത്രം എടുക്കണം, എങ്കിൽ മാത്രമേ ഇത് പൊന്തി പോകാതെ അത് തന്നെ നിൽക്കത്തുള്ളൂ കേട്ടോ. അല്ല പൊന്തുന്നുണ്ടോ, ചെറുതായിട്ട് പൊന്തി വരുന്നുണ്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ചെറിയ പാത്രമാണ്. ധാരാളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ. ചെറിയ പാത്രത്തിൽ തന്നെ ചെയ്യാൻ പാടില്ല, പൊന്തി പോകാൻ സാധ്യത. എനിക്ക് 2-3 തവണ പൊന്തി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് അതായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ പിന്നെ കരിഞ്ഞു പോകാനും സാധ്യത. ഒന്ന് നോക്കുക കേട്ടോ. അടിയിൽ ഇങ്ങനെ പിരുത്ത് വരുമ്പോൾ ബ്രൗൺ നിറമാകുമ്പോൾ പെട്ടെന്ന് ഓഫാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറാൻ സാധ്യത കേട്ടോ. അതിൻ്റെ എന്താ പറയുക ചണ്ടിയൊക്കെ അവസാനം കരിഞ്ഞ് അതിൻ്റെ സ്മെല്ല് വരാൻ സാധ്യത നെയ്ക്ക്. അപ്പോൾ കരിയാതെ സൂക്ഷിച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. വെട്ടി മാറി നിൽക്കുന്നതിൻ്റെ ഇവിടെ നിന്ന് വിട്ട് മാറി നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കൂട്ടി വെച്ചിട്ടൊന്നുമില്ല, തീ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, പാട മാറാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇളക്കാതെ മതിയാവും കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം പെട്ടെന്ന് കേട്ടോ. നമുക്ക് നെയ്യൊക്കെ വെണ്ണയൊക്കെ അടിച്ചെടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പലവിധ പാത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ഞാൻ അതിനായിട്ട് അടുപ്പിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത്ര മതി തിളച്ചത്. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം പാത്രങ്ങളിലൊക്കെ കേട്ടോ. കണ്ടില്ലേ ഇത്രത്തോളം പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകാൻ മെനക്കേടായിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട. നല്ല എന്താ പറയുക നെയ്യാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടുമ്പോൾ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ എന്താ പറയുക അതിനനുസരിച്ച് ഉണ്ടാക്കുക, കഴുകാനൊക്കെ ആവശ്യാനുസരണം എടുത്തിട്ട് കഴുകുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇത് കഴുകാനായിട്ട് ഒരു പാടില്ല കേട്ടോ. കാണിച്ചു തരാം. ഇത് ചുടുവെള്ളമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യാനുസരണം കഴുകണ്ട, ജസ്റ്റ് ഒഴിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ എന്താ പറയുക എല്ലാവരും ആ വെണ്ണകളൊക്കെ ഒഴിച്ചു കൊടുക്കുക. നല്ല ഉരുകി പോകട്ടോ. പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും നമുക്ക്. കണ്ടില്ലേ ഇതൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം ഉരുകി പോകണ്ട. ചൂടുവെള്ളം കണ്ടില്ലേ ഇളക്കുമ്പോൾ ഇങ്ങനെ ചൂട് എത്രത്തോളം ചൂടാകുമ്പോൾ അത്രത്തോളം ഉരുകി വരാൻ സാധ്യത. നമ്മുടെ കൈക്ക് പോകുന്നില്ലേ നമുക്ക് പെട്ടെന്ന് കഴുകി ചെയ്തെടുക്കാം. കണ്ടേ ക്ലീനായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണി കഴുകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുക എല്ലാവരും. അപ്പോൾ ഇത് കഴുകാൻ മടിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ടതെന്ന് പറഞ്ഞാണ് കേട്ടോ ഇതും കൂടെ കാണിച്ചു തന്നത് എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ എന്താ പറയുക വെണ്ണ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം അല്ല. നമ്മൾ ഇതിനിടയിലാണ് ആ പണി കൂടെ ചെയ്തത് കണ്ടില്ലേ. നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്യാം. കുറച്ച് മെനക്കെടണം. ഒരു ദിവസത്തെ മെനക്കെടൊന്നും പറയാനില്ല. ഒരു മണിക്കൂർ 2 മണിക്കൂർ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള നെയ്യ് എടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ കേട്ടോ കാച്ചി നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വെണ്ണയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കാച്ചി അങ്ങനെ ഒരുക്കിയെടുക്കാം, നെയ്യാക്കി എടുക്കാം. ആവശ്യമായിട്ട് കുറച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം ഒരുക്കിയിട്ട് നെയ്യാക്കി എടുക്കാം. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ വെള്ളം മാത്രം യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കണ്ടില്ലേ ക്വാണ്ടിറ്റി കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ ചിലപ്പോൾ 150 രൂപ ഒക്കെ വരാൻ സാധ്യതയുണ്ടല്ലേ. 50 ഗ്രാമിന് ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ മില്ലിനൊക്കെ ആണെങ്കിൽ 50 രൂപയുടെ 50 ഗ്രാമിൻ്റെ നെയ്ക്ക് 75-80 രൂപയൊക്കെയാണ്. ബ്രൗൺ നിറത്തിലായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കരിയാൻ വരാൻ പാടില്ല കേട്ടോ. പാത്രങ്ങൾക്ക് അനുസരിച്ചിട്ടൊക്കെ പെട്ടെന്ന് എന്താ പറയുക ചൂടാവുന്നത് കൊണ്ട് ഇത്തരത്തിലൊക്കെ കൊണ്ട് കരിയാൻ സാധ്യത. അപ്പോൾ നമുക്ക് ഇത്ര സമയമൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നോക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കുന്നത് നല്ലത് കേട്ടോ. കരിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ല് ചീത്തയായി പോകും. അപ്പോൾ ഇപ്പോൾ നല്ല സ്മെല്ല് വന്നിട്ട് കേട്ടോ. കണ്ടില്ലേ ലാസ്റ്റ് സമയം നമ്മൾ പൊന്തി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ചട്ടി ചൂട് കൂടുന്നുണ്ടോ നമ്മൾ ഓഫാക്കിയാലും തീ ഓഫാക്കിയാൽ അത് പൊന്തി വരാൻ സാധ്യത. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കണം കേട്ടോ. ചിലപ്പോൾ മൊത്തത്തിൽ പൊന്തി ഗ്യാസ് മൊത്തം ചീത്തയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക പാത്രം. പൊന്തി വരുന്ന അത് കുറച്ചേ ഉള്ളൂ. പക്ഷേ അത് അതിൻ്റെ പല കാരണം നമ്മൾ മേലോട്ട് പൊന്തി വരുന്നുണ്ടല്ലേ. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇളക്കിയാലും ചിലപ്പോൾ പൊന്തി വരാൻ സാധ്യത. ബ്രൗൺ നിറത്തിലാക്കി ഇട്ടിട്ടുണ്ട്. ഈ തീ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ കരിയാൻ സാധ്യത. പെട്ടെന്ന് നമുക്ക് തീ ഓഫാക്കാം. കണ്ടില്ലേ കാണാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് ഈ പല കാരണമായി. അതുകൊണ്ടാണ് നമുക്കിനി തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ. എത്രത്തോളം മതി. ചിലപ്പോൾ മൊത്തത്തിൽ നമുക്ക് കരിഞ്ഞു പോയാൽ നാശമായി പോകില്ല. അപ്പോൾ ഇത് മതി കേട്ടോ. ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ആറിയ ശേഷം നമുക്കൊരു ബോട്ടിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ടില്ലേ പൊന്തി വരുന്നത്. അങ്ങനെ ഗ്യാസ് ചീത്തയായി പോകും. അങ്ങനെ എന്താ പറയുക ഞാൻ ഊതി കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ താഴോട്ട് വന്നതില്ലെങ്കിൽ അങ്ങനെ പൊന്തി ചീത്തയായിട്ടുണ്ടാവും. അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കാരണം ചിലവരിങ്ങനെ അറിയാതെ വിട്ടു പോകും. അതുകൊണ്ട് അവർക്കും കൂടെ ഞാൻ 2-3 തവണ അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. കണ്ടില്ലേ ആ പൊടിയൊക്കെ ഒന്ന് ബ്രൗൺ നിറത്തിൽ മേലെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. അതൊക്കെ കരിച്ചെടുക്കുമ്പോൾ മാർക്കിട്ട് കേട്ടോ കാണിച്ചു തരാം. അപ്പോൾ ചില്ല് കുപ്പിയുള്ള ബോട്ടിലോ അല്ലെങ്കിൽ സാധാ നല്ല പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ആറിയ ശേഷം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ.
നമുക്ക് എന്താ പറയുക, നെയ്യ് ആറുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. കണ്ടില്ലേ, ഞാൻ ആ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞാൽ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇനി കഴുകിയെടുക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ. സോപ്പിട്ടൊന്ന് കഴുകിയെടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ആ വെണ്ണയൊക്കെ പറ്റുന്നതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പെട്ടെന്ന് മാറി കിട്ടും. ഇതൊക്കെ ഈ അരി ഒന്ന് വെണ്ണേൻ്റെ ഇതൊക്കെ മാറി കിട്ടും. പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, ഒരു പാടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ആറിയിട്ട് ഒഴിച്ചത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിലാണ്, നല്ല ബോട്ടിലാണ്, അതുകൊണ്ട് എടുത്തിട്ടോ. അല്ലെങ്കിൽ ചില്ല് കുപ്പിയാണെങ്കിൽ അതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ബോട്ടിലുള്ളതുകൊണ്ടാണ് ബോട്ടിൽ എടുത്തത്. അപ്പോൾ നമ്മുടെ വെണ്ണ നന്നായി ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായി ആറിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഒരു അരപ്പ് വെച്ചതില്ലേ, സോറി എന്താണ്, ചായ അരിപ്പ് പോലത്തെ അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ചെറിയ ഹോളുള്ളതാണ് എടുക്കേണ്ടത്, കുറച്ച് വലിയ ഹോളുള്ളതും ഉണ്ടാവും. അപ്പോൾ അതല്ലാതെ നന്നായിട്ട് തിക്നെസ് കുറഞ്ഞ അരിപ്പ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പൊടിയൊന്നും എന്താണ് അടിയിൽ ഊറാതെ കിട്ടും കേട്ടോ. നമുക്ക് ഇങ്ങനൊരു ബ്രൗൺ കളർ വന്ന് കിട്ടും. നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല കളറ്, നല്ല നെയ്യാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മട്ടൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചിലപ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് ബ്രൗൺ കളർ അടിയിൽ വരാൻ സാധ്യത. അപ്പോൾ കണ്ടില്ലേ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല നെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടില്ലേ, കുറച്ച് അടിയിൽ മട്ടേ വന്നിട്ടുള്ളൂ. നമുക്ക് ഇത്രത്തോളം നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇത് 1/2 ലിറ്റർ ബോട്ടിലാണ്. അപ്പോൾ 1/4 ലിറ്ററോളം നമുക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ആ 1/2 ലിറ്റർ പാലാണ് എടുത്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ഇതിൽ 1/4 ലിറ്ററോളം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പ്യുവർ നെയ്യ്. നമുക്കിനി ഫ്രീസറിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എന്താ പറയുക, നന്നായിട്ട് കട്ടയായി കിട്ടും. അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം കേട്ടോ. അല്ലെങ്കിൽ കേട് വരാൻ സാധ്യത, പൂക്കളൊക്കെ അടിക്കാൻ സാധ്യത. എടുത്ത ഉടനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്യുവർ നെയ്യ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നല്ല മണവും നല്ല ഗുണമുള്ള നെയ്യാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നെയ്യാണ് ഞാൻ കാണിച്ചു തന്നെ. മുഴുവനായിട്ട് വീഡിയോ കണ്ടതൊക്കെ അറിയാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.